ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതം മുഴുവൻ സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു. തന്നെ മറന്ന് കാലിത്തൊഴുത്തിൽ പിറക്കാൻ സന്നദ്ധനായപ്പോഴാണ് അത് ക്രിസ്മസായി മാറിയത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ മറിയം പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ദൂതന്റെ അസ്വസ്ഥ നിറഞ്ഞ വാക്കുകൾ അനേകം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയായിരുന്നു. ആ ചോദ്യങ്ങൾക്കും അസ്വസ്ഥതയ്ക്കും ഒടുവിൽ മറിയം പറഞ്ഞ മറുപടി ആമേൻ എന്നാണ്. വിശുദ്ധ യോസേപ്പ് പിതാവുമായി മറിയം നല്ലൊരു ജീവിതം കൊതിച്ചിരുന്നു. എന്നാൽ അസ്വസ്ഥ എന്ന ദൂതന്റെ ആ വാക്കുകൾ അവൾ ജീവിക്കാൻ ആഗ്രഹിച്ച ആ ആഗ്രഹത്തിന് മുന്നിൽ തിരശ്ശീല വീഴുകയായിരുന്നു. മറിയത്തിന്റെ സ്വപ്നത്തിന് മുന്നിൽ അവളിട്ട തിരശ്ശീലയാണ് നമുക്ക് പിന്നീട് ക്രിസ്മസായി മാറിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് യോസേപ്പ് പിതാവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നുണ്ട്. താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായ വിശുദ്ധ യോസേപ്പ് പിതാവ്. വിശുദ്ധ യോസേപ്പ് പിതാവ് മറിയവുമായി നല്ല ഒരു ജീവിതം കൊതിച്ചിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ ആ വാക്കുകൾ അവൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ സന്നദ്ധനായപ്പോഴാണ് നമുക്ക് ഒരു ക്രിസ്മസ് ഉണ്ടായത്. ഇവിടെയൊക്കെ വിട്ടുകൊടുക്കലിൻ്റെയും ചെറുതാകലിൻ്റെയും ഒരു മനോഭാവം നാം ദർശിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കുന്നതും ചെറുതാകുന്നതുമല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്മസ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒന്ന് വിട്ടുകൊടുക്കാനും ചെറുതാകാനും നാം തയ്യാറാകാത്തതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, അയൽ ബന്ധങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് ചെറുതാകാൻ, ഒന്ന് ക്ഷമിക്കുവാൻ, അവരുടെ മനോഭാവം തിരിച്ചറിയാൻ, അവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ നാം ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതവും ക്രിസ്മസായി മാറും.